ഞങ്ങൾ നസ്രത്തിലെത്തിയ ശേഷം ജോസഫ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്നോട് വിട ചോദിച്ചു പോകുന്നത് ഞാൻ കണ്ടു. കുറച്ചു സമയം കൊണ്ട് പെട്ടെന്ന് വൃദ്ധനായി കൂന് പിടിച്ചതുപോലെ വൈകിട്ട് എന്നെ കാണാൻ വരാതെയായി. ഇതെല്ലാം മനസ്സിലാക്കിയ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൈപ്പേറിയ കണ്ണുനീർ എന്തുമാത്രം ചിന്തി. ഏകാഗ്നിയായി വീട്ടിലടയ്ക്കപ്പെട്ട് നിരാശയോടും പിശാചിന്റെ ദുഷ്പ്രേരണകളോടും ഞാൻ എത്ര സമരം ചെയ്യേണ്ടി വന്നു. ആ വീട്ടിൽ മംഗളവാർത്തയും മനുഷ്യാവതാരവും എല്ലാം അനുസ്മരിക്കപ്പെടുന്ന ആ വീട്ടിൽ കറയില്ലാത്ത കന്യാത്തത്തോടെ എന്നെ വിവാഹം ചെയ്ത ജോസഫിനെ എപ്പോഴും അനുസ്മരിപ്പിക്കുന്ന ആ വീട്ടിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൂടി. ക്ഷമിച്ച്